അത് എന്താ പറയുക, ഇതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടിയത് വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇറങ്ങിയപ്പോഴാണ്. പക്ഷെ സർവമായി ഇറങ്ങിയപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ആൾക്കാരത് ഓൺലൈനിൽ എഴുതുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു മോഷണലി ഭയങ്കര ഇതായിപ്പോയി, ഇൻസിഡൻ്റ് ആയിപ്പോയി. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. പക്ഷെ അത് നല്ല കഥ വരണം, നല്ല സ്ക്രിപ്റ്റും നല്ല ടീമെല്ലാം വരണം. അങ്ങനെ സംഭവിക്കട്ടെ. അല്ല, അങ്ങനെ വിജയവും പരാജയവും നമുക്ക് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ എത്ര അടിപൊളി ടീമാണെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ വേണമെങ്കിൽ പരാജയപ്പെടണമല്ലോ. അത് പ്രേക്ഷകർ തീരുമാനിക്കുന്ന കാര്യമാണ്. നമുക്ക് കണക്ട് ആവുന്ന സിനിമകൾ ചെയ്യാം. അതൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഫ്രണ്ടിൽ വെച്ചിട്ട്, എൻ്റർടൈൻമെൻറ്റ് മാറ്റർ ഫ്രണ്ടിൽ വെച്ചിട്ട് സിനിമകൾ ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട്, ഡിസ്കഷൻ നടത്തിക്കൊണ്ടില്ല. ചേട്ടാ, നോർമലി ഇപ്പോൾ ട്രാഫിക്കിന്റെ സിനിമ എടുക്കുമ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടൊരു സ്പീഡ് പേടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോകുന്ന അതേ ടീമുമായിട്ട് ഇന്ന് കൊളാബ് ചെയ്തിട്ട് ഇങ്ങനെ സിനിമ വരും. അതും നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ട്രാഫിക്കിന്റെ പഴയ റിസംബ്ലൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യേണ്ട സമയത്ത് മൈൻഡിൽ അത് പോയിരുന്നു, ട്രാഫിക്കായിട്ട് ആളുകൾ കമ്പയർ ചെയ്യുമോ എന്നൊരു ഇത് പോയിരുന്നോ? അത് രണ്ടും ഒരേ പാത്തിൽ സഞ്ചരിക്കുന്ന സിനിമയാണ്. ട്രാഫിക് ആണെങ്കിലും ബേബികൾ ആണെങ്കിലും. പക്ഷെ ട്രാഫിക് പോലത്തെ സിനിമയല്ല ബേബികൾ. ട്രാഫിക് കുറച്ചും കൂടി ബിഗ് സ്കെയിൽ, വലിയ ഇന്റൻസ്, അങ്ങനത്തെ വേറൊരു സിനിമയാണ്. ബേബികൾ സെയിം പാത്തിലാണ്, പക്ഷെ നമുക്ക് ട്രാഫിക്കായിട്ട് കമ്പയർ ചെയ്യേണ്ടതാണ്. ബേബികൾ എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് തന്നെ നിലനിർത്താം. പക്ഷെ ആ ഒരു മൂഡായിരിക്കും സിനിമ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നുള്ള സിനിമയുടെ പ്രൊമോഷൻ കണ്ടിട്ട് ജീവ സാർ വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സിനിമ എങ്ങനെ വന്നാലും ഒരു 45 ദിവസത്തിൽ തീർക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് അതൊരു നഷ്ടത്തിലേക്ക് വരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചായിരുന്നു. എത്ര വലിയ ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിലും ഒരു 45 ദിവസത്തിൽ തീർക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പോൾ മലയാള സിനിമയിൽ പണ്ടൊക്കെ 15 ദിവസം, 20 ദിവസം, 30 ദിവസം കൊണ്ടൊക്കെ എത്ര വലിയ സിനിമയാണെങ്കിലും വിശേഷ സിനിമകളടക്കം, ബ്രഹ്മാണ്ഡ സിനിമകളടക്കം തീർത്തിട്ടുണ്ട്. അന്ന് അത്രയും സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നുള്ളൂ, ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് എത്ര ഷോട്ട് വേണേലും വരെ എടുക്കാം. എന്നിട്ട് എന്താണ് മലയാള സിനിമകൾ പോലും ഒരു 40 ദിവസത്തിലും 50 ദിവസത്തിലൊക്കെ തീർക്കാൻ പറ്റാത്തത്? ഞാൻ സത്യത്തിൽ ഇവരോട് പറഞ്ഞു മടുത്ത്. കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞു. കാരണം അത്രയും ചെലവ് എനിക്ക് കുറഞ്ഞില്ല. ഇത് ഈ സിനിമ തന്നെ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയാണ്. എന്നിട്ട് പോലും ഒരു 50 ദിവസം എടുത്തു. വിഷയം ഒരു ദിവസം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് 50 ദിവസം എടുക്കുക. ഇത് ഒരുമിച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. കാരണം ഇതേ ഡൗട്ട് എനിക്കുണ്ട്. ഞാനത് നമുക്കതൊന്ന് ഇത് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് ഒരു രക്ഷയില്ല. കാരണം സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്. ഇത്ര ദിവസത്തിൽ ഭയങ്കര പ്ലാനിങ്ങും പരിപാടിയായിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് തുടങ്ങി കഴിയുമ്പോൾ ഇതിന്റെ പ്ലാൻ എല്ലാം തെറ്റിപ്പോകും. അപ്പോൾ ഇത് ഒരു 60 ദിവസം പ്ലാൻ ചെയ്ത സംഭവം ചിലപ്പോൾ ഇതൊരു 75 ദിവസം പോകും, അല്ലെങ്കിൽ 80 ദിവസം പോകും. അത് പല സിനിമകളിലും നടക്കാറുണ്ട്. പിന്നെ ഈ ചില ഐഡിയാസ് ഇപ്പോൾ സ്പോട്ടിലായിരിക്കും ഒരു ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഷൂട്ടിംഗ് ഡേയ്സ് കൂടി പോകുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോഴാണല്ലോ ബഡ്ജറ്റും കൂടുന്നത്. അപ്പോൾ ഹൈ ബഡ്ജറ്റ് സിനിമ എന്ന് കാണിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് അവരുടെ ഒരു ധാരണ. ഇപ്പൊ പഴയ പോലെ OTT-ലൊക്കെ പടങ്ങൾ, മലയാള സിനിമകൾ സെല്ലാവുന്നുണ്ടോ? കാരണം ഒരിടക്ക് പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ടായിരുന്നു മലയാള സിനിമകൾ അങ്ങനെ എടുക്കുന്നില്ല, തിയേറ്ററിൽ ഓട്ടം നോക്കിയിട്ടൊക്കെയാണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ്? OTT നമുക്ക് ഫ്രണ്ട്ലി ആണോ? ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം തന്നെ ഇപ്പൊ ഇവൻ മാറിപ്പോയപ്പം അതുകൊണ്ടിട്ടാണ് എന്താ പറയുക, എല്ലാ സിനിമകളും ഇപ്പൊ ആഫ്റ്റർ റിലീസ് ആണ് നടക്കുന്നത്. നേരത്തെയൊക്കെ പ്രീ സെയിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ളൊരു കുറേ നാളുകളായിട്ട് ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന ഒരു വിഷയം തന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തന്നെ പ്രീ സെയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ലിമിറ്റ് ഇപ്പോൾ ആമസോൺ കുറേ നാളുകളായിട്ട് പടം വാങ്ങുന്നില്ല. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് നോക്കി അറിയാം, കുറേ നാളുകളായിട്ട് പടം വാങ്ങിയിട്ടില്ല.
ലാസ്റ്റ് എക്കോയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് സെയില് നടക്കുന്നില്ല പൊതുവെ. ആഫ്റ്റർ റിലീസ് പടം ഹിറ്റാണെങ്കിൽ അവരെ വാങ്ങുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പടങ്ങള് കണ്ടിട്ട് അത്ര കോൺഫിഡൻസ് തോന്നുന്ന പടങ്ങൾ അവർ വാങ്ങുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഈ പടം അവർ കാണുകയും അവർക്ക് കണ്ട എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിട്ട് സെയിൽ ആവാതിരിക്കുന്ന സമയത്ത് റീസെയിലായ പടവും കൂടിയാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ എനിക്കറിയില്ല. അതിനൊരു 35 ദിവസം കൂടി ഷൂട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബദലയം എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആയിരിക്കും അതിന്റെ ഷൂട്ട്. അയ്യോ, ഒന്നും കമ്പയർ ചെയ്യണ്ടേ. ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടറാണ്. ഓളംസ് പോലെ ഒന്നും പറയുന്നത് ഞാനും എക്സൈറ്റഡ് ആണ്. അങ്ങനത്തെ ഒരു ആ ഒരു വേൾഡിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ എക്സൈറ്റഡ് ആണ്. അതിന്റെ പിച്ചിങ് നടക്കുന്നു. ബഡ്ജറ്റ് ഇത്തിരി ഹൈ ആയതുകൊണ്ട് ഉള്ള ഡിലേ ആണ്. അത് പിച്ചിങ് നടക്കാം.